പുകഴ്ചയും പ്രശംസയും മനുഷ്യജീവിതത്തിൽ പല നിലകളിലുണ്ട്. ഒന്ന്, മനുഷ്യൻ ദൈവത്തെ ഉയർത്തി പറയുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ട്, ലോകപ്രകാരം നാം തന്നെ ഏതോ വലിയവരാണെന്ന് ചിന്തിക്കുകയും സ്വയം പുകഴ്ത്തി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം. മറ്റുള്ളവർ ഉയർത്തി പറയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടം. അതെ, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവീൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അതെ, ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ്സ് നാം ദൈവത്തിൻ്റെ നാമത്തിൽ പുകഴുന്നവരായി തീരണം. യഹോവയുടെ നാമത്തെ നാം അന്വേഷിക്കുകയും യഹോവയുടെ നാമത്തിൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അതെ, 20-ാം സങ്കീർത്തനം 7-ാം വാക്യം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുനിഞ്ഞ് വീഴാതെ എന്നേക്കും നിലനിൽക്കുവാനിടയായിത്തീരും. മറിച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നുകയും സ്വന്തമായി പ്രശംസിച്ചോടുകയും ചെയ്യുന്നവർ അവർ താഴ്ന്നു പോകും, അവർ ഇല്ലാതെയായിപ്പോകും. നിഗളവും അഹങ്കാരവും അവരെ പിടിക്കും. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടുന്നത് രഥങ്ങളിലും കുതിരകളിലും ലോകത്തിൻ്റെ ശക്തിയിലും വലിമയിലും നാം ആകൃഷ്ടരാകുന്നതിനേക്കാൾ ദൈവിക പരിപാലനത്തിന് കീഴിൽ കൊള്ളാവുന്നവരായി വിശ്വസ്തയോടെ ജീവിപ്പാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നിൻ്റെ രാജാവായ കർത്താവ്, അവൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെക്കുറിച്ച് പറയുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. ജീവിതത്തിൽ നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, സമാധാനം, സന്തോഷം, ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന എല്ലാം തന്നെ കർത്താവിൽ പ്രശംസിക്കുന്ന നിലവാരത്തിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ഉയർച്ച പ്രാപിച്ചാൽ, അനുഗ്രഹം പ്രാപിച്ചാൽ, ദൈവിക അനുഗ്രഹം ഒട്ടും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് നമ്മളുടെ പുകഴ്ചയും അനുഗ്രഹവും സന്തോഷവും സമാധാനവും എല്ലാം കർത്താവാകട്ടെ.